Is management an art like music, drawing, painting, acting, and so on? For getting a clear answer, first of all, we have to understand what is an art. Drawing, പെയിൻറ്റിങ്, അഭിനയം, സംഗീതം തുടങ്ങിയവ പോലെയുള്ള ഒരു കലയാണോ മാനേജ്മെൻറ്റ്? ഇതിനെപ്പറ്റി വ്യക്തമായ ഉത്തരം ലഭിക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്താണ് കല എന്ന് മനസ്സിലാക്കണം. അനൂപും ബിനൂപും സുഹൃത്തുക്കളാണ്. രണ്ടുപേർക്കും ചിത്രങ്ങൾ വരയ്ക്കുവാനുള്ള വാസനയുണ്ട്. അവർക്ക് ചിത്രകല പഠിപ്പിക്കുന്ന ഒരു ആർട്ട് സ്കൂളിൽ അഡ്മിഷൻ ലഭിച്ചു. ചിത്രം എങ്ങനെ വരയ്ക്കാം എന്നതിനെക്കുറിച്ചുള്ള തിയറി ക്ലാസ്സുകളാണ് അവർക്ക് ആദ്യം ലഭിച്ചത്. അതിനുശേഷം തിയറി ക്ലാസ്സുകളിൽ നിന്ന് ലഭിച്ച സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിത്രങ്ങൾ വരയ്ക്കുവാൻ ആവശ്യപ്പെടുകയും അത് പരിശീലിക്കുന്നതിന് ധാരാളം പ്രവർത്തനങ്ങൾ നൽകുകയും ചെയ്തു. അനൂപും ബിനൂപും അധ്യാപകർ പറഞ്ഞതനുസരിച്ച് നന്നായി പരിശീലിച്ചു. വർഷാവസാനം കോഴ്സിൻ്റെ ഭാഗമായി പരീക്ഷ നടത്തി. ഒരേ വിഷയം ചോദ്യമായി നൽകി ചിത്രം വരയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. അനൂപും ബിനൂപും ചോദ്യമനുസരിച്ച് അതിശയകരമായ രീതിയിൽ ചിത്രം വരച്ചു. പക്ഷേ അവരുടെ ശൈലി വ്യത്യസ്തമായിരുന്നു. ഇനി ചില ചോദ്യങ്ങൾ. 1. എന്തടിസ്ഥാനത്തിലാണ് അവർ ചിത്രം വരച്ചത്? 2. അവരുടെ ചിത്രങ്ങൾ ഒരേപോലെ ആയിരുന്നുവോ? 3. എന്തുകൊണ്ടാണ് അവരുടെ ചിത്രങ്ങൾ വ്യത്യസ്തമായത്? 4. അവർ ചോദ്യമനുസരിച്ചാണോ ചിത്രങ്ങൾ വരച്ചത്? ഉത്തരം ഇതാണ്. 1. അവർ പഠിച്ച തിയറിയുടെ അടിസ്ഥാനത്തിലാണ് ചിത്രം വരച്ചത്. 2. അവരുടെ ശൈലി വ്യത്യസ്തമായിരുന്നു. 3. കാരണം അവർ അവരുടെ വ്യക്തിഗത നൈപുണ്യം ഉപയോഗിച്ചാണ് ചിത്രം വരച്ചത്. 4. അതെ, അവർ ചോദ്യമനുസരിച്ചാണ് ചിത്രം വരച്ചത്. ഈ ഉത്തരങ്ങൾ കൂട്ടി വായിച്ചാൽ നമുക്ക് ലഭിക്കുക ഇങ്ങനെയാണ്. തിയറിയുടെ അടിസ്ഥാനത്തിൽ വ്യക്തിഗത നൈപുണ്യം ഉപയോഗിച്ച് നിശ്ചയിച്ച ചിത്രങ്ങൾ വരച്ചു. Based on theory, by using their personal skill, they drawn the decided picture. That is, they applied the learned theory by using their personal skill for achieving a desired result. This is what we called as an art. So we can say art means skillful and personal application of existing knowledge for achieving a desired result. അതായത് ആഗ്രഹിച്ച ഫലം ലഭിക്കുന്നതിന് അവരുടെ വ്യക്തിഗത നൈപുണ്യം ഉപയോഗിച്ച് അവർ പഠിച്ച തിയറി പ്രയോഗിച്ചു. ഇതിനെയാണ് നമ്മൾ കലയെന്ന് വിളിക്കുന്നത്. ആഗ്രഹിച്ച ഫലം ലഭിക്കുന്നതിന് നിലവിലുള്ള അറിവിനെ നൈപുണ്യവും വ്യക്തിഗതവുമായ രീതിയിലുള്ള പ്രയോഗത്തെയാണ് കല എന്ന് വിളിക്കുന്നത്. Knowledge can be acquired through study, observation and experience. പഠനം, നിരീക്ഷണം, അനുഭവം
എന്നിവയിലൂടെ അറിവ് നേടാൻ കഴിയും. Now, let us discuss the basic features of art. 1. Existence of theoretical knowledge. 2. Personalized application. 3. Based on practice and creativity. കലയുടെ അടിസ്ഥാന സവിശേഷതകളാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. 1. സൈദ്ധാന്തിക പരിജ്ഞാനം അടിസ്ഥാനമാക്കിയത്. 2. വ്യക്തിഗത പ്രയോഗം. 3. പരിശീലനവും സർഗാത്മകതയും അടിസ്ഥാനമാക്കിയത്. Let us discuss in detail. 1. Existence of theoretical knowledge. Art is based on some theoretical knowledge and principles. For any form of art, there are experts. They discovered and wrought certain principles. And these principles are the basic to be performed a particular form of art. 1. സൈദ്ധാന്തിക പരിജ്ഞാനം അടിസ്ഥാനമാക്കിയത്. ചില സൈദ്ധാന്തിക പരിജ്ഞാനത്തെയും തത്വങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ളതാണ് കല. ഏതു തരത്തിലുള്ള കലയ്ക്കും വിദഗ്ധരുണ്ട്. അവർ ചില തത്വങ്ങൾ കണ്ടെത്തി എഴുതി. ഈ തത്വങ്ങളാണ് ഒരു പ്രത്യേക കല നിർവഹിക്കാനുള്ള അടിസ്ഥാനം. If we compare this feature of art with management, we can see management has various theories and principles which are wrought by eminent management thinkers. This can be used by managers while doing management jobs. Moreover, a lot of literature are also available in various areas of management. Thus, we can say this feature of art is present in management. കലയുടെ ഈ സവിശേഷതയെ മാനേജ്മെൻറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയും മാനേജ്മെൻറ്റിന് വിവിധ സിദ്ധാന്തങ്ങളും തത്വങ്ങളും ഉണ്ടെന്ന്. അവ പ്രമുഖ മാനേജ്മെൻറ്റ് ചിന്തകന്മാർ എഴുതിയതുമാണ്. മാനേജ്മെൻറ്റ് ജോലികൾ ചെയ്യുമ്പോൾ മാനേജർമാർക്ക് ഇത് ഉപയോഗിക്കാവുന്നതുമാണ്. കൂടാതെ മാനേജ്മെൻറ്റിൻ്റെ വിവിധ മേഖലയുമായി ബന്ധപ്പെട്ട് ധാരാളം കൃതികൾ ഇന്ന് ലഭ്യവുമാണ്. അതിനാൽ നമുക്ക് പറയാൻ കഴിയും കലയുടെ ഈ സവിശേഷത മാനേജ്മെൻറ്റിലും അടങ്ങിയിരിക്കുന്നു എന്ന്. Second one is personalized application. In art, the application of theoretical knowledge by each and every artist in a different way. That is, knowledge is same, but the artist personalizes it by using his skill and perform in his own style. Example, 2 actors perform the same character, but it will be in different style. 2. വ്യക്തിഗത പ്രയോഗം. കലയിൽ ഓരോ കലാകാരന്മാരും ഒരേ സൈദ്ധാന്തിക പരിജ്ഞാനം വ്യത്യസ്ത രീതിയിലായിരിക്കും അവതരിപ്പിക്കുക. അതായത് അറിവ് ഒന്നു തന്നെയാണെങ്കിലും കലാകാരന്മാർ തൻ്റെ കഴിവുപയോഗിച്ച് സ്വന്തം ശൈലിയിൽ അവതരിപ്പിക്കുന്നു. ഉദാഹരണത്തിന് 2 അഭിനേതാക്കൾ ഒരേ കഥാപാത്രം അവതരിപ്പിക്കുന്നു, പക്ഷേ അത് വ്യത്യസ്ത രീതിയിലായിരിക്കും. Management also has this feature of art. Here, managers applies the basic knowledge and principles of management in a personalized and skillful manner to solve a problem in a given situation. That is, for solving a problem, managers formulate their own theories and methods and apply it.
This gives rise to different style of management. മാനേജർമാർ മാനേജ്മെൻറ്റിൻ്റെ അടിസ്ഥാന അറിവുകളും തത്വങ്ങളും വ്യക്തിഗതവും നൈപുണ്യത്തോടെയും ഒരു പ്രശ്ന പരിഹാരത്തിന് ഉപയോഗിക്കുന്നു. അതായത് ഒരു പ്രശ്ന പരിഹാരത്തിന് മാനേജർമാർ അവരുടെ സ്വന്തം സിദ്ധാന്തവും രീതിയും രൂപപ്പെടുത്തുകയും അത് പ്രയോഗിക്കുകയും ചെയ്യുന്നു. ഇത് മാനേജ്മെൻറ്റിൻ്റെ വ്യത്യസ്ത ശൈലികൾക്ക് കാരണമാകുന്നു. Third one is based on practice and creativity. Art is practical. It involves creative practice of existing knowledge. That is, through continuous practice, an artist can be a perfect. Such an artist will get the ability to create new things from the basic knowledge and be an unique one. For example, 7 notes are the basic of music. If a musician uses these 7 notes in a creative manner or in a new way, it will be his own creation and he will be an unique musician. 3. പരിശീലനവും സർഗാത്മകതയും അടിസ്ഥാനമാക്കിയത്. കല പ്രായോഗികമാണ്. സൈദ്ധാന്തിക പരിജ്ഞാനത്തിൻ്റെ സൃഷ്ടിപരമായ പരിശീലനം ഇതിലടങ്ങിയിരിക്കുന്നു. നിരന്തര പരിശീലനത്തിലൂടെ ഒരു കലാകാരന് പൂർണ്ണത കൈവരിക്കുവാനാകും. അത്തരമൊരു കലാകാരന് അടിസ്ഥാന അറിവുകളിൽ നിന്ന് പുതിയത് സൃഷ്ടിക്കുവാനും അതുല്യനാകുവാനുമുള്ള കഴിവ് ലഭിക്കും. ഉദാഹരണത്തിന് 7 നോട്ടുകളാണ് സംഗീതത്തിന് അടിസ്ഥാനം. ഒരു സംഗീത സംവിധായകൻ 7 നോട്ടുകൾ വ്യത്യസ്തവും പുതിയതുമായ രീതിയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാകും. ഒപ്പം അതുല്യ സംഗീത സംവിധായകൻ എന്നറിയപ്പെടും. This feature of art is also present in management. A manager only achieves perfection after long practice. Such managers are creative managers. They can handle the business activities in an effective way. കലയുടെ ഈ സവിശേഷത മാനേജ്മെൻറ്റിലും ഉണ്ട്. ഒരു മാനേജർ നീണ്ട പരിശീലനത്തിന് ശേഷം മാത്രമേ പൂർണ്ണത കൈവരിക്കൂ. അത്തരം മാനേജർമാർ സർഗാത്മകതയുള്ള മാനേജർമാരാണ്. അവർക്ക് ബിസിനസ് പ്രവർത്തനങ്ങൾ നൂതനമായ രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ കഴിയും. To conclude, we can say management has these 3 features of art. So management is considered as an art. കലയുടെ ഈ 3 സവിശേഷതകൾ മാനേജ്മെൻറ്റിൽ അടങ്ങിയിരിക്കുന്നു. അതിനാൽ മാനേജ്മെൻറ്റിനെ ഒരു കലയായി കണക്കാക്കപ്പെടുന്നു.